ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നാനിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിച്ചു തരാൻ പോകുന്നത്. ബട്ടർ ഗാർലിക് നാൻ. നമുക്കിതെങ്ങനെ സിമ്പിളായിട്ടും എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് തവ നാനൊക്കെ അറിയാം, പിന്നെ നമ്മൾ ഓവനിൽ വെച്ചിട്ടൊക്കെ നാൻ ഉണ്ടാക്കും. പക്ഷെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദ, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, ഒരു നുള്ളുപ്പ്, ഇതെല്ലാം നമുക്കൊരു ഇളം ചൂടുവെള്ളത്തിൽ, അല്ലെങ്കിൽ ഞാനിവിടെ പാലാണ് എടുത്തത് കേട്ടോ, ഒരു ഇളം ചൂടുള്ള പാലിൽ നല്ലോണം കുഴച്ച് വെക്കുക. ഒരു ഇത്തിരി ചൂടുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മാവ് പൊങ്ങി കിട്ടും. അങ്ങനെ മാവൊക്കെ നന്നായി പൊങ്ങിയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നാനിൻ്റെ ഷേപ്പിലേക്ക് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ഒന്നുകൂടി കൈ കൊണ്ട് നല്ലോണം മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം മൈദ നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെതറിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളിയും അതുപോലെ തന്നെ മല്ലിയിലയാണ്. അതും നന്നായി ചെറുതാക്കി അരിഞ്ഞെടുക്കുക, കാരണം നമ്മൾ ബട്ടർ ഗാർലിക് നാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി അത് മുകളിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി കുഴലുകൊണ്ട് ഒന്നുകൂടി മുകളിൽ കൂടെ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അമർന്നിരുന്നോളും, വിട്ടുപോരില്ല. അടുത്തതായിട്ട് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ ഞാനിന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പ്രഷർ കുക്കറിലാണ്. അപ്പോൾ പ്രഷർ കുക്കർ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. പ്രഷർ കുക്കർ ചൂടായ ശേഷം നമ്മുടെ നാനിൻ്റെ അടിയിലത്തെ ഭാഗമില്ലേ, നമ്മൾ ഗാർലിക്കൊന്നും ഇടാത്ത ഭാഗത്ത്, അടിയിലത്തെ ഭാഗത്ത് ഒരല്പം വെള്ളം തടവി കൊടുക്കുക. വെള്ളം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ചൂടായ കുക്കറിലേക്ക് കൈയൊന്നും പൊള്ളിക്കാതെ ഇട്ട് കൊടുക്കുക. അപ്പോൾ തീയൊന്ന് ലോ ആക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുത്. അങ്ങനെ നമ്മുടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ചെറുതായിട്ട് കുമിളകൾ വരും. അതായത് മുകളിൽ നമ്മളെ മാവ് ചെറുതായിട്ട് പൊങ്ങി വരുമ്പോൾ മനസ്സിലാക്കുക അത് വെന്ത് തുടങ്ങിയെന്ന്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ കുക്കറൊന്ന് കമത്തി കൊടുക്കുക. കമത്തി ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് നമ്മൾ എടുത്ത് നോക്കുക അത് വെന്ത് വരുന്നുണ്ടോയെന്ന്. കാരണം നന്നായി പൊളച്ച് വരും, നമ്മളെ ചപ്പാത്തിയൊക്കെ പൊളക്കണ പോലെ പൊളച്ച് വരും. കണ്ട വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, കാരണം ഞാൻ കാണിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ക്ലിയറായിട്ട്. ചപ്പാത്തി പൊങ്ങണ പോലെ നമ്മുടെ നാൻ പൊങ്ങി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കുക്കറിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. അത് സൂചിപ്പിക്കണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാൻ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു ബട്ടർ ഗാർലിക് നാനല്ലേ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ബട്ടർ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ നാൻ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് നാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം ബട്ടർ ചിക്കനും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, വേറൊരു വീഡിയോയിൽ ഞാൻ എൻ്റെ റെസിപ്പി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. കീപ് വാച്ചിങ്. താങ്ക് യു.